ഹായ് ഓൾ, എല്ലാവർക്കും ജീക്സ് PSC അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് 7ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ ഒന്നാമത്തെ ചാപ്റ്ററായ വിളയിക്കാം നൂറുമേനി എന്ന ചാപ്റ്ററാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇവിടെ ആദ്യം കൊടുത്തിരിക്കുന്നത് ആ ഒരു പടമൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ എഴുതിയിരിക്കുന്നു, ആ വലിയ മാവിനെ പോലെ എന്നാണ് എൻ്റെ മാവിലും ധാരാളം മാങ്ങകൾ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടി ഒരു മാവിൻ തൈ നടുന്നതാണ് കാണിച്ചിരിക്കുന്നത്. തൊട്ടടുത്തായിട്ട് മാവ് അതിന് മറുപടി പറയുന്നുണ്ട്, കാത്തിരിക്കൂ, 8-10 വർഷങ്ങൾ കഴിഞ്ഞാൽ നിൻ്റെ മാവും എന്നെപ്പോലെ ധാരാളം മാങ്ങകൾ തരും എന്ന് പറഞ്ഞിട്ടാണ് ചാപ്റ്റർ തുടങ്ങുന്നത്. അപ്പം നമുക്കറിയാം എന്തോ കൃഷിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കാം ഒരു പക്ഷേ ഈ ഒരു ചാപ്റ്ററിൽ. നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട നമ്മൾ പഠിക്കാനുള്ള കാര്യങ്ങൾ: പഴങ്ങൾ, പച്ചക്കറികൾ, ധാന്യങ്ങൾ എന്നിവ കൃഷി ചെയ്യുമ്പോൾ നമ്മുടെ ലക്ഷ്യം എന്തൊക്കെയാണെന്നുള്ളതാണ് ആദ്യം നമുക്ക് നോക്കേണ്ടത്. എന്തൊക്കെയാണ്? വേഗം ഫലം ഉണ്ടാവണം, നല്ല വിളവ് ലഭിക്കണം, ഫലത്തിന് നല്ല ഗുണനിലവാരം ഉണ്ടായിരിക്കണം. ഒരു കൃഷി ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ പഴങ്ങളാകാം, പച്ചക്കറിയാകാം, ധാന്യങ്ങളാകാം. നമ്മൾ കൃഷി ചെയ്യുമ്പോൾ നമ്മുടെ ലക്ഷ്യം എന്തായിരിക്കണം? എത്രയും വേഗം ഫലം ഉണ്ടാക്കണം, അല്ലേ? നല്ല വിളവ് ലഭിക്കണം. അതുപോലെ ഫലത്തിന് നല്ല ഗുണനിലവാരം ഉണ്ടായിരിക്കണം. ഇനിയും നമ്മൾ നല്ല ഫലം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നടുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? നല്ല വിത്തുകൾ, നല്ല നടീൽ വസ്തുക്കൾ തിരഞ്ഞെടുക്കണം. അതുപോലെ നല്ല വളക്കൂറുള്ള മണ്ണായിരിക്കണം. ജലലഭ്യത, സൂര്യപ്രകാശം എന്നിവയൊക്കെ നമ്മൾ ഉറപ്പുവരുത്തണം. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. ഇവിടെ പല പാവലും അതിൻ്റെ വിത്തും ഒക്കെ ഉണ്ടായിരിക്കുന്ന പടമൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം വിത്ത് ശേഖരിക്കാൻ നമ്മൾ ഏത് ചെടിയായിരിക്കും നമ്മൾ തിരഞ്ഞെടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് ഒന്നാമത്തെ ചെടിയും രണ്ടാമത്തെ ചെടിയൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഒരു വിത്ത് തിരഞ്ഞെടുക്കുമ്പോൾ ഒരു ചെടിയുടെ മധ്യകാലത്തുണ്ടാകുന്ന മൂപ്പെത്തിയ ഫലത്തിൽ നിന്നാണ് വിത്തെടുക്കേണ്ടത്. വെണ്ട, പയർ തുടങ്ങിയവയിൽ ഒരു ഫലത്തിൽ തന്നെ ധാരാളം വിത്തുകൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? നല്ല പോലെ പഴുത്ത നോക്കി നല്ല ഫലം ഉണ്ടായിരിക്കും, നല്ല വാടിച്ചുളുങ്ങി അല്ലെങ്കിൽ ശരിക്കുള്ള വലിപ്പമൊന്നും ഇല്ലാത്തതല്ല, നല്ല വിത്തിൽ നിന്ന് വേണം നമ്മൾ അരിയൊക്കെ എടുത്ത് ഇവിടെ നമ്മൾ നടാൻ വേണ്ടിയിട്ട്. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഈ കോളമൊന്നും നമുക്ക് ആവശ്യമില്ല. നല്ല വിളവ് ലഭിക്കാൻ ഗുണമേന്മയുള്ള വിത്ത് തിരഞ്ഞെടുക്കണം. വിത്തിൻ്റെ മേന്മ ഉറപ്പുവരുത്താൻ വിത്തെടുക്കുന്ന ഫലം, ചെടി എന്നിവയൊക്കെ എന്തായിരിക്കണം? ഗുണമേന്മയുള്ളത് ആയിരിക്കണം. നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. പിന്നെ ഇവിടെ കറിവേപ്പ്, ഇഞ്ചി, ഇലമുളച്ചി, കുരുമുളകൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഓരോന്നും നടുന്നത്, ഇപ്പം കറിവേപ്പില എന്ത് വെച്ചിട്ടാണ് നടുന്നത്? ഇഞ്ചി എന്തുകൊണ്ടാണ്? ഇലമുളച്ചി ഒക്കെ നടുന്നത് നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഇതിൽ വേര്, തണ്ട്, ഇല, ഭൂകാണ്ഡം എന്നീ ഭാഗങ്ങളിൽ നിന്നും പുതിയ സസ്യങ്ങളൊക്കെ ഉണ്ടാകുന്നെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ നമ്മളങ്ങനെ നടുന്നതിൻ്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. എന്ത് കുഴിച്ച് വെച്ചാണ് ഇവിടെ നടുന്നത് എന്ന് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇനി അടുത്ത കായിക പ്രജനനവും ലൈംഗിക പ്രത്യുൽപാദനം. ഒരു സസ്യത്തിൻ്റെ കായിക ഭാഗങ്ങളായ വേര്, തണ്ട്, ഇല, ഭൂകാണ്ഡം എന്നിവയിൽ നിന്ന് പുതിയ തൈകൾ ഉണ്ടാകുന്ന പ്രക്രിയയാണ് എന്ത്? കായിക പ്രജനനം, വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. ഒരു സസ്യത്തിൻ്റെ കായിക ഭാഗങ്ങളായ വേര്, തണ്ട്, ഇല, ഭൂകാണ്ഡം എന്നിവയിൽ നിന്ന് പുതിയ തൈ ഉണ്ടാകുന്നതാണ് എന്ത്? കായിക പ്രജനനം. ഇത് അലൈംഗിക പ്രത്യുൽപാദനമാണ്. വിത്തുകൾ ഉണ്ടാകുന്നത് ലൈംഗിക പ്രത്യുൽപാദനത്തിലൂടെയാണ്. വിത്ത് മുളച്ചുമൊക്കെ തൈകൾ ഉണ്ടാകുമെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു. ഇനി അടുത്തായിട്ട് നമ്മൾ നോക്കേണ്ടത് പതിവയ്ക്കൽ, ലെയറിങ് എന്ന് പറഞ്ഞാൽ പതിവയ്ക്കലാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പേര, സപ്പോട്ട, ചാമ്പ, ബദാം, അത്തി തുടങ്ങിയ സസ്യങ്ങൾ മാതൃസസ്യത്തിൻ്റെ കമ്പുകളിൽ വേര് മുളപ്പിച്ച ശേഷം ആ ഭാഗം മുറിച്ച് നട്ട പുതിയ തൈകൾ ഉണ്ടാക്കാം. ഇതിന് പറയുന്ന പേരാണ് പതിവയ്ക്കൽ അഥവാ ലെയറിങ്. ഒന്ന് നോട്ട് ചെയ്യുക: പേര, സപ്പോട്ട, ചാമ്പ, ബദാം, അത്തി തുടങ്ങിയ സസ്യങ്ങളിൽ മാതൃസസ്യത്തിൻ്റെ കമ്പുകളിൽ വേര് മുളപ്പിച്ച ശേഷം ആ ഭാഗം മുറിച്ച് നട്ടാണ് പുതിയ തൈകൾ ഉണ്ടാക്കുന്നത്. അതിലെ ഓരോ ഘട്ടങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ ഘട്ടത്തിൽ മാതൃസസ്യത്തിൽ നിന്ന് പെൻസിൽ വണ്ണമുള്ള ഒരു കമ്പ് തിരഞ്ഞെടുക്കുക. പ്രധാന തടിയിൽ നിന്നുള്ളതാണ് കൂടുതൽ നല്ലത്. ഈ കമ്പിൽ 2 പർവ്വങ്ങൾക്ക് ഇടയിലുള്ള തൊലി 2-3 സെൻറ്റിമീറ്റർ നീളത്തിൽ വളയാകൃതിയിൽ ചെത്തി മാറ്റുക. കാണിച്ചിരിക്കുന്നത് കണ്ടോ? അപ്പോൾ അവിടെ ഘട്ടം 2-ൽ ചകിരിച്ചോറ്, മണ്ണ്, ചാണകപ്പൊടി എന്നിവ മിശ്രിതമൊക്കെ
ചേർത്ത മിശ്രിതം ചെറിയ നനവോടെ ആ ഭാഗത്ത് വെച്ച ശേഷം ഒരു പോളിത്തീൻ കവർ ഉപയോഗിച്ചിട്ട് പൊതിഞ്ഞു കിട്ടുക. ആവശ്യമെങ്കിൽ ഇടയ്ക്ക് നനയ്ക്കണം. ഘട്ടം 3 പറയുന്നത് 2 മാസത്തിനകം പതിവെച്ച ഭാഗത്ത് ധാരാളം വേരുകൾ ഉണ്ടാകും. വേര് മുളച്ച കമ്പ് പതിവെച്ചതിനു താഴെ മുറിച്ചെടുത്ത് ചെടിച്ചട്ടിയിലോ ഗ്രോ ബാഗിലോ നടാവുന്നതാണ്. വളർന്നു തുടങ്ങിയാൽ മണ്ണിലേക്ക് മാറ്റി നടാം. ഇതാണ് പതിവെക്കൽ എന്ന് പറഞ്ഞാൽ മാതൃസസ്യത്തിൻ്റെ കമ്പുകളിൽ വേര് മുളപ്പിച്ച ശേഷം ആ ഭാഗം മുറിച്ച് നട്ട പുതിയ തൈകൾ ഉണ്ടാകുന്ന രീതിയാണ് ഏത്? പതിവെക്കൽ. ഇനി നാഗപതിവെക്കൽ, അതായത് കുരുമുളക് പോലുള്ള ചെടികളുടെ നീളമുള്ള ശാഖകൾ മണ്ണിനടിയിലേക്ക് വളച്ചു വെച്ച് പല ഭാഗങ്ങളിൽ ഇടവിട്ട് മണ്ണ് മൂടിയുമൊക്കെ നമുക്ക് പതിവെക്കാം. ഇനി വിവിധ രീതിയിൽ പതിവയ്ക്കുന്ന സസ്യങ്ങളുണ്ട്. വായുവിൽ പതിവയ്ക്കലും നാഗപതിവയ്ക്കലും ഉണ്ട്. വായുവിലാണെങ്കിൽ പേര, കശുമാവ്, സപ്പോട്ട, റോസ്, ചാമ്പ, അത്തി, ബദാം. പേര, കശുമാവ്, സപ്പോട്ട, റോസ്, ചാമ്പ, അത്തി, ബദാം. നാഗപതിവയ്ക്കലാണെങ്കിൽ ബോഗൺവില്ല, മുല്ല, പിച്ചി, കുരുമുളക്, മുന്തിരി, ജമന്തി, വെറ്റില. അപ്പോൾ ഇത്രയും അവിടെ നോക്കുക. ഈ പതിവെച്ചുണ്ടാകുന്ന സസ്യങ്ങളുടെ സവിശേഷതകൾ എന്തൊക്കെയാണ്? ഒന്ന്, മാതൃസസ്യത്തിൻ്റെ ഗുണങ്ങൾ ഉണ്ടാകും. ചെടിയുടെ വലിപ്പവും ആയുർദൈർഘ്യവും കുറവായിരിക്കും. വേഗത്തിൽ പൂക്കുകയും കായ്ക്കുകയും ചെയ്യും. തായ്വേര് പടലം ഉണ്ടായിരിക്കില്ല. കൂടുതൽ പരിചരണം ആവശ്യമാണ്. അപ്പോൾ പതിവെച്ചുണ്ടാകുന്ന സസ്യങ്ങളുടെ സവിശേഷതകൾ ഒരിക്കൽ കൂടി നോക്കാം. മാതൃസസ്യത്തിൻ്റെ ഗുണങ്ങളുണ്ടാകും. ചെടിയുടെ വലിപ്പവും ആയുർദൈർഘ്യവും കുറവായിരിക്കും. വേഗത്തിൽ പൂക്കുകയും കായ്ക്കുകയും ചെയ്യും. തായ്വേര് പടലം ഉണ്ടായിരിക്കില്ല. കൂടുതൽ പരിചരണം ആവശ്യമാണ്. ഇനി വേര് മുളപ്പിക്കൽ ഇങ്ങനെയും. തണ്ട് ഉപയോഗിച്ചുള്ള കായിക പ്രജനന രീതിയുടെ വിജയസാധ്യത പരമാവധി കൂട്ടാൻ ആക്സിൻ പോലുള്ള സസ്യ ഹോർമോണുകൾ അടങ്ങിയ ലായനിയിൽ വേര് മുളയ്ക്കേണ്ട കാണ്ഡഭാഗം മുക്കിവെച്ച് വേഗത്തിൽ വേര് പിടിക്കുന്ന രീതി ഇന്ന് നിലവിലുണ്ട്. എന്തിലാണ് മുക്കി വെക്കുന്ന? ആക്സിൻ ഓർത്തിരിക്കുക. അടുത്തതാണ് കമ്പൊട്ടിക്കൽ അഥവാ ഗ്രാഫ്റ്റിങ്. അപ്പോൾ ചിത്രം നോക്കൂ. ഈ മാവിൻ്റെ തൈ വേണം. ഇത് പതിവെക്കൽ വഴി ഉണ്ടാക്കാൻ കഴിയുമില്ല. മാവിൻ്റെ കൊമ്പിൽ വേര് പിടിപ്പിക്കാൻ എന്താ പ്രയാസമാണ്. അപ്പോൾ അതുകൊണ്ട് അടുത്ത മറ്റൊരു രീതിയാണ് കമ്പൊട്ടിക്കൽ രീതി. അപ്പോൾ അതിൻ്റെ രീതികൾ നമുക്ക് നോക്കാം. 2 ഇനം മാവിനങ്ങളുടെ സവിശേഷതകൾ ഇവിടെ നൽകിയിട്ടുണ്ട്. ഇപ്പം നാടൻ മാവാണെങ്കിൽ താരതമ്യേന ചെറിയ മാങ്ങയായിരിക്കും. പുളിയോ മധുരമുള്ളതോ ആയ മാങ്ങയായിരിക്കും. നമ്മുടെ മണ്ണിൽ നന്നായി വളരും. പ്രത്യേക പരിചരണം ആവശ്യമില്ല. നീലം മാവാണെങ്കിൽ വലിയ മാങ്ങയായിരിക്കും. നല്ല മധുരമുള്ള മാങ്ങയാണ്. നമ്മുടെ മണ്ണിൽ നന്നായി വളരുമോ? ഇല്ല. നല്ല പരിചരണം വേണം. ഇങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇതിൻ്റെ രീതിയും നമുക്ക് വരാൻ വേണ്ടിയിട്ട് നമുക്ക് കമ്പൊട്ടിക്കൽ രീതിയാണ് ഉപയോഗിക്കുന്നത്. റൂട്ട് സ്റ്റോക്ക്, സയൺ അങ്ങനെയൊക്കെ ഉണ്ട്. ഇനി കമ്പൊട്ടിക്കലിനെ കുറിച്ചിട്ട് നമുക്ക് പറയാം. ഓക്കെ, ഇതിൻ്റെ രീതി പറയാം. കമ്പൊട്ടിക്കും. 6 മാസം മുതൽ 1 വർഷം വരെ പ്രായമുള്ള ഒരു മൂവാണ്ടൻ മാവിൻ്റെ തൈയാണ് തിരഞ്ഞെടുക്കുക. അപ്പോൾ വേരോട് കൂടിയ ഈ ചെടിയെ റൂട്ട് സ്റ്റോക്ക് എന്ന് പറയുന്നു. റൂട്ട് സ്റ്റോക്ക് 6 മാസം മുതൽ 1 വർഷം വരെ പ്രായമുള്ള ഒരു മൂവാണ്ടൻ മാവിൻ്റെ തൈ തിരഞ്ഞെടുക്കുക. വേരോട് കൂടിയ ഈ ചെടി എന്ത് പറയുന്നു? റൂട്ട് സ്റ്റോക്ക് എന്ന് പറയുന്നു. നല്ല കായ്ഫലമുള്ള നീല മാവിൽ നിന്ന് റൂട്ട് സ്റ്റോക്കിൻ്റെ അതേ വണ്ണമുള്ള ഒരു കമ്പ് മുറിച്ചെടുക്കുക. ഇതിനെ എന്ത് പറയുന്നു? സയൺ എന്ന് പറയുന്നു. പുതിയ മുകുളങ്ങൾ വരാൻ തുടങ്ങിയ കമ്പാണ് സയണായിട്ട് തിരഞ്ഞെടുക്കേണ്ടത്. പടമൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കമ്പൊട്ടിക്കാനായി റൂട്ട് സ്റ്റോക്കിൻ്റെ അടിവശത്ത് 15 സെൻറ്റിമീറ്റർ മുകളിൽ വെച്ച് മുറിച്ചു മാറ്റണം. റൂട്ട് സ്റ്റോക്കിൻ്റെ ഈ ഭാഗത്ത് നടുവിൽ കത്തി ഉപയോഗിച്ച് 4 സെൻറ്റിമീറ്റർ നീളത്തിൽ താഴേക്ക് മുറിക്കുക. കാണിച്ചിട്ടുണ്ട്. സയണിൻ്റെ അടിഭാഗം 2 വശവും ചിത്രത്തിൽ കാണുന്ന പോലെയൊക്കെ ഇതുപോലെയൊക്കെ ചെരിച്ച് തെത്തണം. എന്നിട്ട് എന്ത് ചെയ്യും? ഈ റൂട്ട് സ്റ്റോക്കിൽ ഉണ്ടാക്കിയ വിടവിലേക്ക് നമ്മൾ സയൺ തിരികെ വെച്ച് ഒരു പോളിത്തീൻ ടേപ്പ് ഉപയോഗിച്ച് ഇങ്ങനെ ചുറ്റിക്കെട്ടണം. അപ്പം സയൺ സ്റ്റോക്കിനോട് ഒട്ടി വളർന്നു കഴിഞ്ഞാൽ ചെടി സൗകര്യപ്രദമായിട്ടുള്ള സ്ഥലത്തേക്ക് നമുക്ക് മാറ്റി നടാൻ വേണ്ടിയിട്ട് പറ്റും. കമ്പൊട്ടിക്കൽ. ഗുണമേന്മയുള്ള ഒരു സസ്യത്തിൻ്റെ കമ്പ് അതേ വർഗത്തിൽപ്പെട്ട വേരോടുകൂടിയ മറ്റൊരു സസ്യത്തിൽ ഒട്ടിച്ചു ചേർത്ത് മികച്ച ഇനം തൈ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് കമ്പൊട്ടിക്കൽ. ഒട്ടിക്കാനായിട്ട് തിരഞ്ഞെടുക്കുന്ന വേരോടുകൂടിയ ചെടിയെ റൂട്ട് സ്റ്റോക്ക് എന്നും ഒട്ടിക്കുന്ന കമ്പിനെ സയൺ എന്നും പറയുന്നു. എന്താണ് ഗ്രാഫ്റ്റിംഗ് അഥവാ കമ്പൊട്ടിക്കൽ? ഗുണമേന്മയുള്ള ഒരു സസ്യത്തിൻ്റെ കമ്പ് അതേ വർഗത്തിൽപ്പെട്ട വേരോടുകൂടിയ മറ്റൊരു സസ്യത്തിൽ ഒട്ടിച്ചു ചേർത്ത് മികച്ച ഇനം തൈ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് കമ്പൊട്ടിക്കൽ. ഒട്ടിക്കാനായി തിരഞ്ഞെടുക്കുന്ന വേരോടുകൂടിയ ചെടി എന്ത് പറയുന്നു? റൂട്ട് സ്റ്റോക്ക്.
ഒട്ടിക്കുന്ന കമ്പിനെ എന്ത് പറയുന്നു? സയൺ എന്ന് പറയുന്നു. അപ്പോൾ ക്ലിയർ ആയല്ലോ. ഓക്കെ, ഇനി അടുത്തത് മുകുളം ഒട്ടിക്കലാണ്, ബഡ്ഡിങ്. കമ്പിന് പകരം മുകുളം എടുത്താലോ അത് വെച്ചിട്ട് ചെയ്യുന്ന രീതിയാണ് മുകുളം ഒട്ടിക്കൽ. ഓക്കെ, മുകുളം ഒട്ടിക്കൽ. ഗുണമേന്മയുള്ള ഒരു സസ്യത്തിൻ്റെ മുകുളം അതേ വർഗത്തിൽപ്പെട്ട വേരോടുകൂടിയ മറ്റൊരു സസ്യത്തിൽ ഒട്ടിച്ചേർത്ത് മികച്ച നടീൽ വസ്തു ഉണ്ടാക്കുന്ന രീതിയാണ് മുകുളം ഒട്ടിക്കൽ. ഒരിക്കൽ കൂടി, ഗുണമേന്മയുള്ള ഒരു സസ്യത്തിൻ്റെ മുകുളം അതേ വർഗത്തിൽപ്പെട്ട വേരോടുകൂടിയ മറ്റൊരു സസ്യത്തിൽ ഒട്ടിച്ചു ചേർത്ത് മികച്ച നടീൽ വസ്തു ഉണ്ടാക്കുന്ന രീതിയാണ് ഇത് മുകുളം ഒട്ടിക്കൽ. മുകുളം ഒട്ടിക്കൽ. അതിലെ ഘട്ടം 1, നല്ല ഇനം പ്ലാവിൻ്റെ ശിഖരത്തിൽ നിന്ന് മുകുളം തൊലിയോടുകൂടി ചെത്തിയെടുക്കുക. ഇതിനെ പറയുന്ന പേരാണ് എന്താ? സയൺ. ചട്ടിയിലോ ഗ്രോ ബാഗിലോ വളർത്തിയ നാടൻ ഇനത്തിൽപ്പെട്ട പ്ലാവിൻ്റെ തൈയിൽ നിന്ന് റൂട്ട് സ്റ്റോക്ക് മുകുളം ഒട്ടിക്കാനുള്ള സ്ഥലത്തെ പുറം തൊലി ചെത്തിമാറ്റുക. ഘട്ടം 3, റൂട്ട് സ്റ്റോക്കിൽ തൊലി നീക്കിയ ഭാഗത്ത് സയൺ വെച്ച് മുകുളം പുറത്ത് കാണുന്ന വിധം പോളിത്തീൻ ടേപ്പ് കൊണ്ട് പൊതിഞ്ഞു കെട്ടുക. മുകുളം നന്നായി വളരാൻ തുടങ്ങിയാൽ സ്റ്റോക്കിൻ്റെ മുകൾ ഭാഗം മുറിച്ചു മാറ്റുക. മുകുളം വളർന്നതിന് ശേഷം ഈ തൈ പറമ്പിലേക്ക് മാറ്റി നടാം. ക്ലിയർ ആയല്ലോ. ഇനി അടുത്തത് വർഗ്ഗസങ്കരണത്തിൻ്റെയൊക്കെ കൊടുത്തിട്ടുണ്ട്. അതായത് ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് നമ്മളടുത്തത് നോക്കുന്നത്. അപ്പോൾ അത് നോക്കിക്കേ, ഈ പരാഗണ രീതികൾ 2 തരമുണ്ട്. സ്വപരാഗണമുണ്ട്, പരപരാഗണവും ഉണ്ട്. ഇനി കൃത്രിമ പരാഗണം. സ്വപരാഗണം തടയുന്നതിന് കൃത്രിമ പരാഗണം നടത്തേണ്ട പൂവിലെ കേസരങ്ങൾ എന്താണ്? മുറിച്ചു മാറ്റുന്നു. ഈ പൂവിൽ നിന്ന് മറ്റു പൂക്കളിൽ നിന്ന് പരാഗരേണുക്കൾ എത്താതിരിക്കാൻ ഒരു പൂവ് പൊതിഞ്ഞു കെട്ടുന്നു. ഇതേ ഇനത്തിൽപ്പെട്ട വ്യത്യസ്ത ഗുണങ്ങളുള്ള ചെടിയുടെ പൂവിൽ നിന്ന് പരാഗരേണുക്കൾ ബ്രഷിൽ ശേഖരിക്കുന്നു. ശേഖരിച്ച പരാഗരേണുക്കൾ കൃത്രിമ പരാഗണം നടത്തേണ്ട പൂവിൻ്റെ പരാഗണ സ്ഥലത്ത് പതിക്കുന്നു. മറ്റു പൂക്കളിൽ നിന്നുള്ള പരാഗണം തടയുന്നതിനായി ഈ പൂവ് വീണ്ടും പൊതിഞ്ഞു കെട്ടുന്നു. ഇനി വർഗ്ഗസങ്കരണം. ഒരേ വർഗത്തിൽപ്പെട്ടതും വ്യത്യസ്ത ഗുണങ്ങളുള്ളതുമായ 2 ചെടികൾ തമ്മിൽ കൃത്രിമ പരാഗണം നടത്തി രണ്ടിൻ്റെയും ഗുണങ്ങൾ ചേർന്ന പുതിയ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് വർഗ്ഗസങ്കരണം. ഇങ്ങനെ ഉണ്ടാക്കുന്ന വിത്തുകളിൽ നിന്ന് ഗുണമേന്മയുള്ള വിത്തുകൾ തിരഞ്ഞെടുക്കുന്നു. ഇവയാണ് സങ്കരയിനം വിത്തുകൾ. ഒരിക്കൽ കൂടി പറഞ്ഞ്, വർഗ്ഗസങ്കരണം എന്ന് പറഞ്ഞാൽ ഒരേ വർഗത്തിൽപ്പെട്ടതും വ്യത്യസ്ത ഗുണങ്ങളുള്ളതുമായ 2 ചെടികൾ തമ്മിൽ കൃത്രിമ പരാഗണം നടത്തി രണ്ടിൻ്റെയും ഗുണങ്ങൾ ചേർന്ന പുതിയ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് ഇത് വർഗ്ഗസങ്കരണം. ഇങ്ങനെ ഉണ്ടാക്കുന്ന വിത്തുകളിൽ നിന്ന് ഗുണമേന്മയുള്ള വിത്തുകൾ തിരഞ്ഞെടുക്കുന്നു. ഇവയാണ് എന്ത്? സങ്കരയിനം വിത്തുകൾ. ഓക്കെ, ഇനി അടുത്തത് സസ്യവും സങ്കരയിനം വിത്തുകളുമാണ്. മുളക്, ഉജ്ജ്വല, ജ്വാലാമുഖി. മുളകിൻ്റെ സങ്കരയിനമാണ് ഉജ്ജ്വല, ജ്വാലാമുഖി. പയർ, ജ്യോതിക, ഭാഗ്യലക്ഷ്മി. നെല്ല്, പവിത്ര, അന്നപൂർണ. തെങ്ങ്, ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര. വെണ്ട, സൽകീർത്തി, കിരൺ. അപ്പോൾ സസ്യവും സങ്കരയിനം വിത്തുകളും മുളക്, ഉജ്ജ്വല, ജ്വാലാമുഖി, പയർ, ജ്യോതിക, ഭാഗ്യലക്ഷ്മി. നെല്ല്, പവിത്ര, അന്നപൂർണ. തെങ്ങ്, ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര. വെണ്ട, സൽകീർത്തി, കിരൺ. ഓക്കെ, അപ്പോൾ എത്രയും പഠിച്ചിരിക്കാം. ഇനി കാർഷിക ഗവേഷണ കേന്ദ്രങ്ങൾ. കേരള കാർഷിക സർവകലാശാല എവിടെയാണ്? മണ്ണൂത്തി, തൃശ്ശൂർ. ഓർത്തിരിക്കുക, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാർഷിക ഗവേഷണ കേന്ദ്രമാണ് കേരള കാർഷിക സർവകലാശാല. വിവിധ ഇനം വിളകൾ, മൃഗങ്ങൾ, പക്ഷികൾ മുതലായവയെക്കുറിച്ചുള്ള ഗവേഷണങ്ങളും വിജ്ഞാന വ്യാപന പരിപാടികളുമാണ് മുഖ്യ പ്രവർത്തനങ്ങൾ. കേരള കാർഷിക സർവകലാശാലയുടെ പ്രാദേശിക ഗവേഷണ കേന്ദ്രങ്ങൾ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്നു. ഇനി അടുത്ത കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ്? ശ്രീകാര്യം, തിരുവനന്തപുരം. പേരിൽ നിന്ന് തന്നെ നമുക്ക് ലഭിക്കും. കിഴങ്ങ് വർഗ്ഗങ്ങളെ പറ്റിയുള്ള പഠനവും അവയുടെ ഉൽപ്പാദനവുമാണ് ഇവിടെ നടക്കുന്നത്. അടുത്തത് റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. എവിടെയാണ്? കോട്ടയം. അത്യുൽപാദനശേഷിയുള്ളതും വിവിധ ഭൂവിഭാഗങ്ങൾക്ക് അനുയോജ്യവുമായ റബ്ബർ ഇനങ്ങൾ വികസിപ്പിക്കുന്നു. നെക്സ്റ്റ്, കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം. എവിടെയാണ്? കാസർഗോഡ്.
തെങ്ങ്, കവുങ്ങ്, കൊക്കോ തുടങ്ങിയവയെക്കുറിച്ചുള്ള ഗവേഷണമാണ് ഇവിടെ നടക്കുന്നത്. നോക്കിക്കേ, കേരള കാർഷിക സർവകലാശാല എവിടെയാണ്? മണ്ണൂത്തി, തൃശ്ശൂർ. കേന്ദ്ര കിഴങ്ങുവള ഗവേഷണ കേന്ദ്രം എവിടെയാണ്? ശ്രീകാര്യം, തിരുവനന്തപുരം. കിഴങ്ങ് വർഗ്ഗങ്ങളെ പറ്റിയുള്ള പഠനവും അവയുടെ ഉൽപ്പാദനവും ഇവിടെ നടക്കുന്നത്. അടുത്ത റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. എവിടെയാണ്? കോട്ടയം. അത്യുൽപാദന ശേഷിയുള്ളതും വിവിധ ഭൂവിഭാഗങ്ങൾക്ക് അനുയോജ്യമായ റബ്ബർ ഇനങ്ങൾ വികസിപ്പിക്കുന്നു. നെക്സ്റ്റ്, കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രമാണ്. എവിടെയാണ്? കാസർഗോഡ്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് അവിടെ പഠിക്കേണ്ടത്. പിന്നെ വളക്കൂറുള്ള മണ്ണ്. അപ്പോൾ വളക്കൂറുള്ള മണ്ണിന് നമ്മൾ മണ്ണിലേക്ക് എന്ത് ചെയ്യും? ജൈവവളങ്ങളും രാസവളങ്ങളൊക്കെ പ്രയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെയാണ് ഇനി അടുത്ത് നോക്കാനുള്ളത്. അപ്പോൾ നോക്കിക്കുക, ആദ്യം ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് ഡോക്ടർ എം.എസ്. സ്വാമിനാഥൻ ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന കൃഷിശാസ്ത്രജ്ഞനാണ്. അപ്പം നമ്മുടെ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് ആരാണ്? എം.എസ്. സ്വാമിനാഥൻ. അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾ വികസിപ്പിക്കുകയും കർഷകർക്കിടയിൽ പ്രചരിപ്പിക്കുകയും അതുവഴി ഭക്ഷ്യോൽപാദന മേഖലയിൽ കുതിച്ചുചാട്ടം സാധ്യമാക്കുകയും ചെയ്തു. തെക്കുകിഴക്കേഷ്യയിലെ മിക്ക രാജ്യങ്ങളെയും പട്ടിണിയിൽ നിന്ന് കരകയറ്റിയത് അദ്ദേഹത്തിൻ്റെ പരിശ്രമങ്ങളായിരുന്നു. മാഗ്സസെ വേൾഡ് ഫുഡ് പ്രൈസ്, പത്മഭൂഷൺ എന്നീ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ജൈവവളങ്ങളും രാസവളങ്ങളും തമ്മിലുള്ള വ്യത്യാസമാണ് അടുത്തത്. ജൈവവളങ്ങൾ ജൈവവസ്തുക്കളിൽ നിന്ന് ലഭിക്കുന്നു. രാസവളങ്ങളോ രാസവസ്തുക്കൾ ഉപയോഗിച്ച് വ്യാവസായികമായിട്ട് നിർമ്മിക്കുന്നു. ജൈവവളങ്ങൾ കൂടുതൽ അളവിൽ വേണ്ടിവരും. പിന്നെ നോക്കിക്കേ, ജൈവവളങ്ങൾ ജൈവവസ്തുക്കളിൽ നിന്ന് ലഭിക്കുന്നു, കൂടുതൽ അളവിൽ വേണ്ടിവരും, മണ്ണിന് ദോഷകരമല്ല, ഒരു നിശ്ചിത ഘട്ടം മാത്രമായിട്ട് നൽകാൻ കഴിയില്ല. രാസവളങ്ങളോ രാസവസ്തുക്കൾ ഉപയോഗിച്ച് വ്യാവസായികമായിട്ട് നിർമ്മിക്കുന്നു, കുറഞ്ഞ അളവിൽ മതി, അമിതമായ ഉപയോഗം മണ്ണിൻ്റെ ഘടനയെ നശിപ്പിക്കുന്നു, ആവശ്യമുള്ള ഘടകം മാത്രമായിട്ട് നൽകാൻ സാധിക്കും. ജീവാണുവളം. സൂക്ഷ്മജീവികളെ ഉപയോഗപ്പെടുത്തിയുള്ള വളപ്രയോഗ രീതിയാണ് ജീവാണു വളപ്രയോഗം. സ്യൂഡോമോണസ്, അസോസ്പൈറില്ലം എന്നീ ജീവാണുക്കൾ വളങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ജീവാണുവളങ്ങൾക്ക് ഉദാഹരണം ആണ്. ഇനി കീടനിയന്ത്രണ മാർഗങ്ങളാണ്. ജൈവ നിയന്ത്രണം. വട്ടച്ചാഴി, അതായത് ലേഡി ബഗ്, പടം കണ്ടെത്തേക്കുന്നുണ്ടോ എന്ന ഷഡ്പദം ചെടികളിൽ വളരുന്ന പല കീടങ്ങളെയും തിന്നു നശിപ്പിക്കുന്നു. ഇത്തരത്തിലുള്ള മറ്റൊരു മിത്രകീടമാണ് ട്രൈക്കോഗ്രാമ. ഇതുപോലെ തവള, അരണ, ഓന്ത്, വണ്ട് തുടങ്ങിയ ജീവികൾ വിളകളെ ബാധിക്കുന്ന കീടങ്ങളെ തിന്നു നശിപ്പിക്കുന്നു. ഇത്തരം കീടനിയന്ത്രണമാണ് ജൈവ നിയന്ത്രണം. കീടനാശിനികൾ ഉപയോഗിക്കുമ്പോൾ കീടങ്ങളോടൊപ്പം മിത്രകീടങ്ങളും നശിക്കുന്നു. ഇനി യാന്ത്രിക നിയന്ത്രണമാണ്. ചില ഇനം പച്ചക്കറികളുടെ കായ്കൾ നശിപ്പിക്കുന്ന ഒരു തരം സ്വർണ്ണ നിറമുള്ള ഈച്ചയെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇവയെ നശിപ്പിക്കാനുള്ളൊരു സൂത്രമാണ് ഒരു പിടി തുളസിയില ചതച്ച് ഒരു സ്റ്റീൽ പ്ലേറ്റിൽ വയ്ക്കുക. അല്പനേരം കഴിഞ്ഞ് ആ പ്ലേറ്റ് നിരീക്ഷിക്കും. തുളസിയിലയുടെ മണം മൂലം സ്വർണ്ണ നിറമുള്ള ഈച്ചകൾ പ്ലേറ്റിൽ വരുന്നത് കാണുന്നില്ലേ? ഇവയെ നശിപ്പിക്കുന്നത് വഴി വീട്ടിലെ പച്ചക്കറികളെ സംരക്ഷിക്കുകയൊക്കെ ചെയ്യാം. ഇങ്ങനെ കെണികൾ നിയന്ത്രിച്ചോ കൈകൊണ്ട് പെറുക്കി മാറ്റിയോ കീടങ്ങളെ നിയന്ത്രിക്കുന്ന രീതിയാണ് യാന്ത്രിക നിയന്ത്രണം. ഇതിനായി ഉപയോഗിക്കുന്ന ഒരിനം കെണിയാണ് ഫെറമോൺ കെണി. ഇത് മാർക്കറ്റിൽ ലഭ്യമാണ്. ഫെറമോൺ കെണി. കീടനാശിനികൾ രണ്ട് തരമുണ്ട്. രാസകീടനാശിനികളും ജൈവ കീടനാശിനികളും. അപ്പോൾ രാസകീടനാശിനികൾ എന്ന് പറഞ്ഞാൽ രാസവസ്തുക്കൾ ഉപയോഗിച്ച് നിർമ്മിച്ച കീടനാശിനികളാണിത് രാസകീടനാശിനികൾ. ജൈവ കീടനാശിനികൾ രാസകീടനാശിനികളെ അപേക്ഷിച്ച് ദോഷം കുറഞ്ഞവയാണ്. ജൈവ കീടനാശിനികൾ പുകയില കഷായം, വേപ്പെണ്ണ ഇമൽഷൻ, വെളുത്തുള്ളി കാന്താരി മിശ്രിതം തുടങ്ങിയവ ജൈവ കീടനാശിനികളാണ്. ഉദാഹരണമൊക്കെ ഓർത്തിരിക്കുക. പല ജൈവ കീടനാശിനികളും ഇന്ന് വിപണിയിൽ ലഭ്യമാണ്. ഇനി ഒരു ജൈവ കീടനാശിനി നിർമ്മിക്കുന്ന രീതിയാണ്. പുകയില കഷായം തന്നെ അങ്ങ് നിർമ്മിക്കാം. 100 ഗ്രാം പുകയില ചെറിയ കഷ്ണങ്ങളാക്കി 1.5 ലിറ്റർ വെള്ളത്തിൽ ഒരു ദിവസം കുതിർത്ത് വയ്ക്കുക. ഇത് പിഴിഞ്ഞ് അരിച്ചെടുക്കുക. ഇതിൽ 10 ഗ്രാം ബാർ സോപ്പ് ലയിപ്പിക്കുക. പുകയില കഷായം എന്തായി? റെഡിയായി. ഇതിൽ ഇരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ചിട്ട് ചെടികൾക്ക് തളിക്കാം. ഓക്കെ. നിർബന്ധ ബുദ്ധിയും കൃഷിയും. നിർബന്ധ ബുദ്ധി ഉപയോഗിച്ച് കീടങ്ങളെ കണ്ടെത്തി ലേസർ ഉപയോഗിച്ച് നശിപ്പിക്കുന്ന സാങ്കേതികവിദ്യ ഇന്ന് ഉപയോഗിച്ച് വരുന്നു. പരിസ്ഥിതിക്ക് ഒട്ടും ഹാനികരമല്ല എന്നതാണ് ഇതിൻ്റെ നേട്ടം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ട് പഠിക്കാനുള്ളത്. ഇനി കുറച്ച് കാര്യങ്ങളിവിടെ ഉണ്ട്. ഈ ഒരു കോളം കൂടെ പഠിച്ചു കഴിഞ്ഞാൽ ചാപ്റ്റർ ഫിനിഷാകും.
പട്ടുനൂൽ പുഴു വളർത്തൽ, അതിന് പറയുന്ന പേരെന്താണ്? സെറികൾച്ചറാണ്. സെറികൾച്ചർ. പുഷ്പകൃഷിക്ക് പറയുന്നത് ഫ്ലോറികൾച്ചർ. തേനീച്ച വളർത്തലാണെങ്കിൽ എപ്പികൾച്ചർ. മുയൽ വളർത്തലോ ക്യൂണികൾച്ചർ. കൂൺ കൃഷി മഷ്റൂം കൾച്ചർ. കോഴിക്കൃഷി പൗൾട്രി ഫാമിങ്. കന്നുകാലി വളർത്തൽ ലൈഫ് സ്റ്റോക്ക് ഫാമിങ്. മത്സ്യകൃഷി പിസികൾച്ചർ. ഒരിക്കൽ കൂടി നോക്കാം. പട്ടുനൂൽ പുഴു വളർത്തലാണെങ്കിൽ സെറികൾച്ചർ. പുഷ്പകൃഷിയാണെങ്കിൽ ഫ്ലോറികൾച്ചർ. തേനീച്ച വളർത്തലാണ് എപ്പികൾച്ചർ. മുയൽ വളർത്തലാണെങ്കിൽ ക്യൂണികൾച്ചർ. കൂൺ കൃഷിയാണെങ്കിൽ മഷ്റൂം കൾച്ചർ. കോഴിക്കൃഷിയാണെങ്കിൽ പൗൾട്രി ഫാമിങ്. കന്നുകാലി വളർത്തലാണെങ്കിൽ ലൈഫ് സ്റ്റോക്ക് ഫാമിങ്. മത്സ്യകൃഷിയാണെങ്കിൽ പിസികൾച്ചർ. അപ്പോൾ അത്രയും കാര്യങ്ങൾ അവിടെ പഠിച്ചെടുക്കുക. അപ്പോൾ ഒരു ചെറിയൊരു ചാപ്റ്ററാണ്, കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്, പെട്ടെന്ന് മനസ്സിലാകുന്നൊരു ചാപ്റ്ററാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. എല്ലാവരും പഠിക്കുക, നമ്മുടെ വീഡിയോയ്ക്കൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും വരാം. അപ്പോൾ എല്ലാവർക്കും ബൈ. താങ്ക്